ലിവർ സിറോസിസിലെ കഫപിത്ത അസന്തുലിതാവസ്ഥയുണ്ടാകുമ്പോൾ നമ്മുടെ അഗ്നി മന്ദീഭവിപ്പിച്ച് അത് ഫാറ്റ് നമ്മുടെ ബ്ലഡിനെയും ന്യൂട്രിയൻസിനെയും ലിവറിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് ലിവറിലേക്കും വരുന്ന ചാനൽസിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ലിവർ സിറോസിസ് കൂടിപ്പോകുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ലിവർ സിറോസിസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വേണം, ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി വേണം, ഹെർബൽ ട്രീറ്റ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷനും വേണം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലാണ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, സ്വിമ്മിങ് നല്ലതാണ്, വാക്കിംഗ്, യോഗ. അതുപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷനിലാണ് നമ്മൾ കൂടുതൽ ഫാറ്റും ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, എക്സസ് ഷുഗറും കാർബോഹൈഡ്രേറ്റും നമ്മൾ അവോയ്ഡ് ചെയ്യണം, റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണത് നല്ലതാണ്. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതും ഇതിൻ്റെ വലിയ ഒരു കാര്യമാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ സ്ലീപ്പ്, നല്ലൊരു ഉറക്കം ലഭിക്കുക എന്നുള്ളതും ലിവർ സിറോസിസിൻ്റെ മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. ഫുഡ് മാനേജ്മെൻറ്റും എക്സസൈസും അതുപോലെ തന്നെ ഡിറ്റോക്സിഫിക്കേഷനും എല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ആയുർവേദ രീതിയുള്ള ഹെർബൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ആയുർവേദ രീതിയ നമുക്ക് പലതരത്തിലുള്ള കഷായങ്ങളും നല്ല മെഡിസിൻസും ലഭ്യമാണ്. അടുത്ത വീഡിയോയിൽ ലിവർ സിറോസിസ് ഉള്ളവർ ഉപയോഗിക്കേണ്ട പച്ചക്കറികളെക്കുറിച്ചും അതിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്.